തിരുവനന്തപുരം വിഴിഞ്ഞത്ത് KSRTC ബസ് പോസ്റ്റിലിടിച്ചുണ്ടായ അപകടത്തിന് കാരണം ഡ്രൈവറുടെ വീഴ്ചയെന്ന് മരിച്ച വെഞ്ചിലാസിന്റെ കുടുംബം പറയുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇത് വ്യക്തമാണെന്നും കുടുംബാംഗങ്ങൾ. വണ്ടിയുടെ അവരെടുക്കുന്ന സൈഡും ബാക്ക് ശ്രദ്ധിക്കാതെ ഡ്രൈവ് ചെയ്തതിൻ്റെ ഇതാണ്. ഇതിൽ കൊച്ചച്ഛൻ ഏറ്റവും ബാക്കിലിരിക്കുകയും ആ ബാക്ക് പോർഷൻ വന്ന് പോസ്റ്റിൽ ഇടിച്ചിട്ടുമാണ് ഈ ഇൻസിഡൻറ്റ് പറ്റിയിരിക്കുന്നത്. അല്ലാതെ എന്തായാലും കൊച്ചച്ഛൻ പുറത്ത് ചാടിയിട്ടോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും ലീഗലി പോവുകയാണെങ്കിലും മക്കളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ ലീഗലി പോകും. ഇത് എന്തായാലും KSRTCയുടെ ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് മറ്റൊരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്കെതിരെ കേസ് എടുക്കുന്ന മാതിരി അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതുപോലെ സർക്കാർ ഇവരെല്ലാവരും കൂടി നിന്നുകൊണ്ട് അതിനെ ഒതുക്കി തീർക്കുന്ന പരിപാടികളാണ് പലപ്പോഴും. തീർച്ചയായിട്ടും എടുക്കണം. ഡ്രൈവർക്കെതിരെ കേസ് എടുക്കേണ്ടി വരും. അതിന് എങ്ങനെയാണ് മൂവ് ചെയ്യാന്നുള്ളത് മക്കൾ വന്നിട്ട് പരാതി ലീഗലി കൊടുക്കുന്നതനുസരിച്ചിട്ട്. ഇന്നലെ അപകടത്തിൽ കൈയറ്റുപോയ പുല്ലുവിള സ്വദേശി വെഞ്ചിലാസ് രക്തം വാർന്നാണ് മരിച്ചത്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. പറയൂ ജയശങ്കർ. ഗുഡ് മോർണിംഗ് SKN. വളരെ ദാരുണമായൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തുണ്ടായത്. ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ആ ബസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അപകടമുണ്ടാകുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നു. ആൾ രക്തം വാർന്ന് കൈയറ്റ് KSRTC ബസ്സിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളുടെ ഉൾപ്പെടെ അടിസ്ഥാനത്തിലാണ് ഈ KSRTC ഡ്രൈവറുടെ അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ്, അവരുടെ വീഴ്ചയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. ഒരാളുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്കുൾപ്പെടെ ഒരുങ്ങുന്നുണ്ട്. ഈ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, 2 മക്കൾ സൈന്യത്തിലാണ്, ഒരാൾ വിദേശത്താണ്. ഇവരെത്തിയതിനു ശേഷമായിരിക്കും നിയമ നടപടികളിലേക്ക് കുടുംബം കടക്കുക. എന്തായാലും പ്രാഥമികമായി ഡ്രൈവറുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിൽ ഡ്രൈവർ വീഴ്ച വരുത്തിയത് തന്നെയാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്കും അപകടത്തിലേക്കും നയിച്ചതെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം തുടർ നടപടികളിലേക്ക് എടുക്കും. ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. ഒപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ മറ്റൊരാൾ നിലവിൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഈ ഗതാഗത മന്ത്രി ഉൾപ്പെടെ KSRTC ഡ്രൈവർമാർ അച്ചടക്കം പാലിക്കണം, ഡ്രൈവിംഗിൽ ജാഗ്രത പുലർത്തണമെന്ന് പറയുമ്പോഴാണ് വിഴിഞ്ഞത്ത് ഒരു KSRTC ഡ്രൈവറുടെ അശ്രദ്ധ മൂലം ഇത്തരത്തിലൊരു മരണമുണ്ടായിരിക്കുന്നത്. കുടുംബം മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് SKN. അതായത് ഈ ആംബുലൻസ് ഉൾപ്പെടെ വിളിക്കുന്നതിനെ ഈ ഡ്രൈവറും കണ്ടക്ടറും വൈകിപ്പിച്ചു, അവരുടെ ഭാഗത്ത് അക്കാര്യത്തിലും വീഴ്ച വരുത്തിയെന്നൊരു ആരോപണം കുടുംബത്തിനുണ്ട്. ഇതിലുൾപ്പെടെയുള്ള പരാതികളായിരിക്കും പോലീസിന് മുന്നിൽ എന്തായാലും എത്തുക. ഇക്കാര്യത്തിൽ KSRTC ഉൾപ്പെടെ തുടർ നടപടികൾ, അച്ചടക്ക നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുമെന്ന കാര്യം ഇനിയും നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. ഇതുവരെ ഡ്രൈവറെ പ്രതി ചേർത്തതായി മനസ്സിലാക്കാനാകില്ല. എന്തായാലും കുടുംബം ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ മക്കൾ ഉൾപ്പെടെ എത്തിയ ശേഷം പരാതികളുമായി മുന്നോട്ട് പോകും. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.